ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ പ്രതിനിധി സമ്മേളനം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുകയാണല്ലോ. 2 ദിവസം നീണ്ടു നിൽക്കുന്ന AICC പ്രതിനിധി സമ്മേളനമാണ് അഹമ്മദാബാദിൽ നടക്കുന്നത്. പ്രസ്തുത സമ്മേളനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ചൊവ്വാഴ്ച വിപുലമായ പ്രവർത്തക സമിതി യോഗമാണ് നടന്നത്. വിപുലമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക അംഗങ്ങളും പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിൽ തിരികെ എത്തുക എന്നതിൽ കുറഞ്ഞ ഒരു ചിന്ത ഇല്ലല്ലോ. അതിനുവേണ്ടി കൊഴിഞ്ഞുപോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. ഇന്ന് സബർമതി തീരത്ത് ചേരുന്ന AICCയുടെ സമ്മേളനം ന്യായ് പത്ത്, നീതിയുടെ വഴി എന്ന പ്രമേയം പാസാക്കും. സാമൂഹിക നീതി കോൺഗ്രസിൻ്റെ അടിസ്ഥാനമെന്നാണ് കരട് പ്രമേയത്തിൽ പറയുന്നത്. ജവഹർലാൽ നെഹ്റു തുടങ്ങിവെച്ച പരിഷ്കാരങ്ങൾ ആർജവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇപ്പോഴത്തെ ദേശീയ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെ ഓർമ്മിപ്പിച്ചു. പ്രവർത്തക സമിതി യോഗത്തിൽ രൺദീപ് സിംഗ് സുർജേവാലയാണ് പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിന്റെ ദേശീയ ഭരണഘടന സംരക്ഷണം, സാമൂഹിക നീതി, ഇന്ന് നാളെ, അധ്വാനിക്കുന്ന തൊഴിലാളികൾ, ദേശീയ ഐക്യം, സ്ത്രീ സമത്വം, നിയമപരമായ MSP, പരാജയപ്പെട്ട വിദേശ നയം, സംഘടനാ ശാസ്ത്രീകരണം എന്നീ വിഷയങ്ങളിൽ ഒറ്റ പ്രമേയവും ഗുജറാത്തിനായി മറ്റൊരു പ്രമേയവും അവതരിപ്പിച്ചു. ഈ പ്രമേയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ അംഗീകരിക്കും. വിപുലമായ പുനഃസംഘടനയാണ് കോൺഗ്രസ് പാർട്ടിയിൽ വരാൻ പോകുന്നത് എന്നാണ് KC അറിയിച്ചത്. 1700ഓളം പ്രതിനിധികളാണ് ഈ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ രാജ്യത്ത് ഒട്ടുക്കും നിന്ന് പങ്കെടുക്കുന്നത്. രാജ്യത്തൊട്ടുക്കും എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്റ്റേറ്റിൽ നിന്നും അടക്കം 1700 പ്രതിനിധികളാണ്. ഇന്ത്യയൊട്ടുക്കുമുള്ള കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു AICC സമ്മേളനമായിരിക്കും ഇത്. കാരണം ജില്ലാ കമ്മിറ്റികളിലേക്ക് കൂടുതൽ അധികാരങ്ങൾ എത്തേണ്ടതുണ്ട് എന്നാണ് ദേശീയ നേതാക്കളുടെ കാഴ്ചപ്പാട്. ഇതനുസരിച്ചാണെങ്കിൽ നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റികൾക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുവാനും സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ബ്ലോക്ക്, നിയോജകമണ്ഡലം ഭാരവാഹി തെരഞ്ഞെടുപ്പിലും ജില്ലാ കമ്മിറ്റികൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കും. ജില്ലാ കമ്മിറ്റികളുമായി AICC നേരിട്ട് ആശയവിനിമയം സാധ്യമാക്കും. എന്നാൽ ഇപ്പോഴത് ജില്ലാ കമ്മിറ്റികളുമായി നേരിട്ട് AICC ആശയവിനിമയം നടത്താറില്ല. സംസ്ഥാന കമ്മിറ്റികളാണ് ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാറ്. ഇനി മുതൽ ഈ പ്രമേയത്തിൽ പറയുന്ന തീരുമാനങ്ങൾ നടപ്പിലാവുകയാണെങ്കിൽ ജില്ലാ കമ്മിറ്റികളുമായി AICC നേരിട്ട് ആശയവിനിമയം നടത്തും എന്നാണ് ചുരുക്കം. DCC പ്രസിഡന്റ് തൽക്കാലം മത്സരരംഗത്ത് ആദ്യത്തെ 3 വർഷം മത്സരരംഗത്തുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിയമസഭ, ലോക്സഭ സീറ്റുകളിലേക്ക് DCC പ്രസിഡന്റ് മത്സരരംഗത്തുണ്ടാവില്ല. 3 വർഷത്തിന് ശേഷം മത്സരിക്കാം എന്നാണ് ഇപ്പോഴത്തെ AICCയുടെ നിർദ്ദേശം. 3 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ താൽക്കാലികം വേറൊരാൾക്ക് ചാർജ് കൊടുക്കുകയും വിജയിക്കുന്ന സീറ്റുകളിൽ വിജയിക്കുകയാണെങ്കിൽ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയുകയും ഒക്കെയാണ് AICC ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരിഷ്കാരങ്ങളൊക്കെ ആദ്യമായി ഇപ്പോൾ സമ്മേളനം നടക്കുന്ന ഗുജറാത്ത് സ്റ്റേറ്റിലാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ വിജയത്തിനനുസരിച്ച് ഇന്ത്യ ഒട്ടുക്കും ഇത് വ്യാപിപ്പിക്കും എന്നാണ് അറിയുന്നത്. ഗുജറാത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1885 കോൺഗ്രസ് പാർട്ടി സ്ഥാപിതമായത് മുതൽ 6ാം തവണയാണ് സമ്മേളനം ഗുജറാത്തിലെത്തുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 2ാം തവണയും. അഹമ്മദാബാദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3ാമത്തെ പ്രാവശ്യമാണ് AICC സമ്മേളനം എത്തുന്നത്. ഈ സമ്മേളനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഉടനെ എത്താം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.